ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. നമുക്ക് പഠിക്കേണ്ടത് എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ്. ഈ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ബാക്ക് എന്നാണ് അർത്ഥം. സെക്ഷൻ 15 ഓഫ് NI ആക്ട്, അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881, അതിലാണ് എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറയുക. ഞാൻ പറഞ്ഞു അതിനർത്ഥം ഓൺ ദ ബാക്ക് എന്നാണ്. ഇൻഡോർസം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഡ്രോയർ എന്ത് ചെയ്യും, ഡ്രോയർ അല്ലെങ്കിൽ ഹോൾഡർ നെഗോഷിയേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ സൈൻ ചെയ്ത് കൊടുക്കും. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് വേറൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക. ആരാണോ ആ ഇൻസ്ട്രുമെൻ്റ് എൻഡോഴ്സ് ചെയ്യുന്നത് ആ വ്യക്തിയെ എൻഡോഴ്സർ എന്ന് പറയും. അതായത് ആരാണോ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത് അവരെ എൻഡോഴ്സർ എന്ന് പറയും. ആർക്കാണോ കൊടുക്കുന്നത് അയാളെ എൻഡോഴ്സി എന്ന് പറയും. ഓക്കെ, എൻഡോഴ്സർ ആരാണോ ഡ്രോ ചെയ്യുന്നത്, ഡ്രോയർ ഓർ ഹോൾഡർ ആയിരിക്കും എൻഡോഴ്സർ. ഇനി എൻഡോഴ്സി എന്ന് പറയുന്നത് ആർക്കാണോ ഇത് കൊടുക്കുന്നത്, ടു ഹൂം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഒരു പേപ്പർ, അത് അഡീഷണൽ പേപ്പർ അറ്റാച്ച് ചെയ്യും നെഗോഷിയേഷന് വേണ്ടിയിട്ട്. അതിന് വിളിക്കുന്ന പേരാണ് അലോഞ്ച്. ഇത് പല എക്സാമിനും കണ്ടിട്ടുണ്ട്. അലോഞ്ച് എന്ന് പറയും കേട്ടോ. ഒരു അഡീഷണൽ പേപ്പറാണ് അറ്റാച്ച്ഡ് ഫോർ നെഗോഷിയേഷൻ. ഓക്കെ, ഇനി പല തരത്തിലുള്ള എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. അതിന് ജനറൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. സ്പെഷ്യൽ അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. കണ്ടീഷണൽ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. സാൻഫ്രൈസ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. പെർപ്പോ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. പാർഷ്യൽ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. ഇതിനകത്ത് ജനറൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും, ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. അതെന്ന് പറയുന്നത് അയാളുടെ വ്യക്തിയുടെ പേര് മാത്രമേ മെൻഷൻ ചെയ്യുള്ളൂ. അതായത് എൻഡോഴ്സർ അയാൾ സൈൻ ചെയ്യുമ്പോൾ അയാളുടെ പേര് എഴുതി മാത്രമേ സൈൻ ചെയ്യൂ. ഈ എൻഡോഴ്സി ആരെന്നോ, അതായത് ആർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് സൈൻ ചെയ്യില്ല. ആരാണോ ആ ഇൻസ്ട്രുമെൻ്റ് കൈ വയ്ക്കുന്നത്, അതായത് ബിയറർ, അവർക്ക് പേയ്മെൻറ്റ് കിട്ടും. ഇനി സ്പെഷ്യൽ അല്ലെങ്കിൽ ഫുള്ള്, സ്പെഷ്യൽ അല്ലെങ്കിൽ എന്തെന്ന് ഫുൾ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് നെയിംസ് ഓഫ് എൻഡോഴ്സർ ആൻഡ് എൻഡോഴ്സി സ്പെസിഫിക്കലി മെൻഷൻഡ് ആയിരിക്കും. അതായത് ആരാണ് എഴുതുന്നതും ആർക്കാണ് കൊടുക്കുന്നതും അവരുടെ എല്ലാം പേര് അതിലും വ്യക്തമായി മെൻഷൻ ചെയ്തിരിക്കും. അതാണ് സ്പെഷ്യൽ അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്.
ഇനി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഴ്സർ എന്ത് ചെയ്യും, ഫർദർ നെഗോഷിയേഷൻ എന്ത് ചെയ്യും, അത് ഇല്ലാതാക്കും. അതായത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളിൽ നിന്ന് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് അതിൽ പറയും പേ ടു സുകുമാർ ഓൺലി. അപ്പോൾ സുകുമാറിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഇൻസ്ട്രുമെൻ്റ് പൈസ വാങ്ങാൻ പറ്റൂ. ഇനി കണ്ടീഷണൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. കണ്ടീഷണൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാവുന്നൊരു കണ്ടീഷൻ വയ്ക്കാം. ഒരു കണ്ടീഷൻ വയ്ക്കും, ആ കണ്ടീഷൻ കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരാളുടെ വന്നാലേ കൊടുക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സാൻസ് റീകോഴ്സ് ഉണ്ട്. സാൻസ് റീകോഴ്സ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റീകോഴ്സ് ടു മീ എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് സാൻസ് റീകോഴ്സിൽ എന്ത് ചെയ്യും, ലയബിലിറ്റി ലിമിറ്റ് ചെയ്യും. എൻഡോഴ്സർ അയാളുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യും. എന്തിനാണ്, അഥവാ ആ ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൽ ആ ബില്ല് പാസ്സായില്ലെങ്കിലോ, അതായത് പേയ്മെൻറ്റ് കൊടുക്കേണ്ട പാർട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഈ എഴുതുന്ന പാർട്ടിക്ക്, അതായത് ഈ എൻഡോഴ്സ് ചെയ്യുന്ന ആൾക്ക് ലിമിറ്റ് ഇല്ല, ലയബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ കൊടുക്കും. ഇനി സാൻ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എക്സ്പെൻസ് എന്നാണ് അർത്ഥം. അതായത് ആ ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞിരിക്കുന്ന തുകയ്ക്ക് മാത്രമായിരിക്കും ആ വ്യക്തി ഉത്തരവാദിത്വം പറയേണ്ടത്. വേറെ എക്സ്പെൻസുകളൊന്നും അയാളെ മീറ്റ് ചെയ്യില്ല അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ. ഈ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിനകത്ത് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്നാണ് അതിലെഴുതുക. അതായത് എൻഡോഴ്സർ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്നെഴുതും. അതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.